പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യൻ സംയുക്ത സൈനിക നീക്കം. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. പുലർച്ചെ 1 മണിയോടെയാണ് ഇന്ത്യൻ സൈന്യം സംയുക്ത നീക്കം, കര, നാവിക, വ്യോമ, സൈനിക സംയുക്ത നീക്കം, മിന്നലാക്രമണം ആ മേഖലകളിലേക്ക് നടത്തിയത്. ഏതാണ്ട് 9 ഭീകര കേന്ദ്രങ്ങൾ, പാകിസ്ഥാൻ്റെ മണ്ണിൽ നിലയുറപ്പിച്ചിരുന്ന 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതിർത്തി പ്രദേശങ്ങളിൽ ഇതേ തുടർന്ന് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 3 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ തിരിച്ചടിയിൽ ഏതാണ്ട് 17ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് എന്നാണ് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ പ്രതികരിച്ചത്. അതിർത്തി മേഖലകളിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. വളരെ ജാഗ്രതയോടെ രാജ്യം മുന്നോട്ട് പോകുന്ന സാഹചര്യം. ദില്ലിയിൽ ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഈ ആക്രമണം, ഈ തിരിച്ചടി അത് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നത് ആണ് മറ്റൊരു കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ, കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയതുപോലെ തന്നെ ഇപ്പോൾ സ്വാതിയും ഞങ്ങളുടെ മറ്റ് പ്രതിനിധികളുമൊക്കെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം സ്വാതിയിലേക്ക്. സ്വാതി, ഇന്നലെ പുലർച്ചെ 1 മണിക്ക് 1:45 ഈ ആക്രമണം ഉണ്ടായത്. ഇന്നലെ പകലൊക്കെ അത്തരം ഇന്ത്യൻ സംയുക്ത സൈനിക നീക്കം ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള പല റിപ്പോർട്ടുകളും വന്നിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് എന്ന നിലയിൽ വന്നിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ്? ശരത്ത്, പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള കടുത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം പുലർച്ചെ 1:44 കൂടിയാണ് സംയുക്തമായി, അതായത് നാവിക, വ്യോമ, കരസേന സംയുക്തമായിക്കൊണ്ട് ഒരു മിസൈൽ ആക്രമണം ഈ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സേന നടത്തിയിട്ടുള്ളത്. വലിയ തരത്തിൽ ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ളിടങ്ങളിൽ കനത്ത ജാഗ്രത തുടരുന്ന സാഹചര്യമാണ്. ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം 9 ഇടങ്ങളിൽ തന്നെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. കൃത്യമായും അത് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു സാധാരണ പൗരന്മാരെയും ആക്രമിക്കുന്ന നിലപാട് ഇന്ത്യൻ സൈന്യം എടുത്തിട്ടില്ല. പ്രത്യേകിച്ചും ഭീകര വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഭീകരരെ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ഭീകരത ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായി നടത്തിയ കൃത്യമായ ആസൂത്രിതമായ മിസൈൽ ആക്രമണം തന്നെയാണ്. അതിൽ പാകിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് പോലും കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. ഭീകരർക്ക് നേരെ മാത്രവും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ ഭീകരരുമായി നിൽക്കുന്ന റിക്രൂട്ട്മെന്റുകൾ നടത്തുന്ന, പരിശീലനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ കൃത്യമായും ലക്ഷ്യം വെക്കുകയായിരുന്നു ഇന്ത്യൻ സേന എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ കൃത്യമായ വിലയിരുത്തലുകളും പരിശോധനകളും ഒക്കെയും നടക്കുന്നുണ്ട്. ഏകദേശം 17ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള സൂചനകളാണ് നമുക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏകദേശം ഒരു 10 മണിയോടുകൂടി സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിനുശേഷമുള്ള സുരക്ഷാ കൗൺസിൽ സമിതി യോഗം, അതിനുശേഷം കേന്ദ്രമന്ത്രിസഭാ യോഗം ഉൾപ്പെടെ ചേരാനിരിക്കുകയാണ്. കടുത്ത ജാഗ്രതയിൽ തന്നെ രാജ്യം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അതിനോടൊപ്പം തന്നെയും ഈ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി വിവിധ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെതിരെ സമ്മർദ്ദമുണ്ടാക്കാനുള്ള നീക്കങ്ങൾ ഈ ഇന്ത്യൻ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വിവിധ വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യൻ പ്രതിനിധികൾ ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. UN ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ വലിയ സംയമനം ഇതിൽ പാലിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം ഇരു രാജ്യങ്ങൾക്കും നൽകുന്നു. ഇരു രാജ്യങ്ങളോടും വിവിധ രാജ്യങ്ങളുടെ പ്രതികരണം കൂടി വരുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഇതിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള നിയന്ത്രണ രേഖയ്ക്ക് സമീപം ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്ന വെടിവെപ്പിൽ ഇപ്പോൾ ഷെല്ലാക്രമണത്തിൽ 3 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സുരക്ഷയുടെ ഒക്കെയും ഭാഗമായി കൊണ്ട് ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ പൂർണ്ണമായും അടച്ചിടുന്ന നീക്കത്തിലേക്ക്, അതായത് 5ഓളം വിമാനത്താവളങ്ങൾ, ശ്രീനഗർ ഉൾപ്പെടെയുള്ള 5ഓളം വിമാനത്താവളങ്ങൾ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടുള്ള നീക്കത്തിലേക്ക് വരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, പാകിസ്ഥാൻ ഇതിൽ വലിയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരുന്നത് സിവിലിയൻസിന് വലിയ തരത്തിൽ ആക്രമണം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ പൂർണ്ണമായും സൈനിക വൃത്തങ്ങൾ തള്ളുകയാണ്. ലക്ഷ്യം വെച്ചിരുന്നത് ഭീകര കേന്ദ്രങ്ങൾ തന്നെയാണ്. അത്തരത്തിലൊരു ആക്രമണം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പാകിസ്ഥാൻ ഏജൻസികളുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ വാർത്താ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു എന്നുള്ളതും പല സൈനിക വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃത്യമായി
ലക്ഷ്യത്തോടെ നടത്തിയ ആക്രമണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് സൈന്യം വിലയിരുത്തുന്നത്. കടുത്ത ജാഗ്രതയിൽ ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. എല്ലാ സുരക്ഷാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി അടക്കം വിവിധ പ്രതിനിധികളുമായി സംസാരിച്ചിട്ടുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തി തന്നെ പ്രതിരോധ മന്ത്രി, അതോടൊപ്പം പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയം അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇനി ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് പോകണം എന്നുള്ളതിൽ കൃത്യമായ ചർച്ചയും വിശദീകരണവും ഒക്കെ ഉണ്ടാകും. പരിക്കേറ്റവരുടെ എണ്ണം സംബന്ധിച്ചും ഇപ്പോൾ സൂചനകൾ മാത്രമാണ് ലഭിക്കുന്നത്. അത് എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഏതൊക്കെ ഭീകരരാണ് ഇതിൽ കൊല്ലപ്പെട്ടുള്ളത് എന്നടക്കമുള്ള വിശദാംശങ്ങൾ ഏകദേശം 10 മണിയോടുകൂടി നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പറയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും സ്വാതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് സ്വാതി ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം രാവിലെ 10 മണിക്ക്. സ്വാതി, അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ സംഭവങ്ങളെക്കുറിച്ച് വളരെ ഔദ്യോഗികമായ ഒരു വിശദീകരണം ആ വാർത്താ സമ്മേളനത്തിലൂടെ എല്ലാവരും അറിയാനായി കാത്തിരിക്കുന്നു. ദൃശ്യങ്ങൾ സഹിതം ഇന്നലെ രാത്രി ഉണ്ടായ, ഇപ്പോൾ സ്വാതി സൂചിപ്പിച്ചതുപോലുള്ള ആക്രമണമാണ് ഭീകര കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ്റെ മണ്ണിൽ, പാകിസ്ഥാനിലും അതുപോലെ പക്കധീന കശ്മീരിലെയും ഭീകരാക്രമണങ്ങൾ ജെയ്ഷയുടെയും ലഷ്കറിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങളിലേക്കാണ്, ലഷ്കറിൻ്റെ കേന്ദ്രത്തിലടക്കം ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആധികാരികമായി തന്നെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ 3 സേനകളും കൂടി ചേർന്നുള്ള ഒരു ശക്തമായ സംയുക്ത സൈനിക നീക്കമാണ് സംഭവിച്ചത്. അതേ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഈ തിരിച്ചടിയുടെ വിശദാംശങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ വരും. സ്വാതിയിലേക്ക് തന്നെ ആ ദൃശ്യങ്ങൾ സഹിതം കണ്ടുകൊണ്ട് നമുക്ക് സ്വാതിയിലേക്ക് തന്നെ കൂടുതലായി വിശദാംശങ്ങളുമായി പോകാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനിടയിൽ പാകിസ്ഥാൻ്റെ ചില അവകാശവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന തരത്തിലേക്കൊക്കെയുള്ള അവകാശവാദമുണ്ടായിരുന്നു. പക്ഷേ അതേ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ അതിനിടയിലാണ് നേരത്തെ സ്വാതി സൂചിപ്പിച്ച പോലെ അതിർത്തിയിൽ ഈ പറഞ്ഞ ഷെല്ലാക്രമണം നടന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലൊക്കെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ ഇന്ത്യ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ്റെ അവകാശവാദം, അതേക്കുറിച്ച് ഏതൊക്കെ തരത്തിലാണ് കളവായ പ്രചാരണം അടക്കം പലതും നടക്കുന്നുണ്ട് എന്ന നിലയൊക്കെ വരുന്നുണ്ടല്ലോ. അത്തരം വിശദാംശം നേരത്തെ സ്വാതി സൂചിപ്പിച്ചതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണത്? ശരത്, ഈ ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള ഇന്ത്യയുടെ തിരിച്ചടി, സംയുക്ത സേനയുടെ തിരിച്ചടിക്ക് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള ഭയം പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതിരോധ നടപടികളടക്കം സ്വീകരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ ഇതിനെ പറഞ്ഞത് ഈ ശത്രുക്കൾക്ക് കനത്ത തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് നൽകും, അതിൽ സംശയമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പ്രകോപനം ഇല്ലാതെയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം കൂടി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റ് ചില വ്യാജ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഈ വാർത്താ ഏജൻസികളടക്കം പാക് ഭരണകൂടവുമായി ബന്ധപ്പെട്ട വാർത്താ ഏജൻസികളടക്കം നൽകുന്ന സാഹചര്യമുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളടക്കം വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള വാർത്ത ആദ്യം പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് PIB അടക്കം പുറത്ത് ഇറക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ മറ്റ് സിവിലിയൻസിനു നേരെയുള്ള കടുത്ത ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇത്ര സിവിലിയൻസ്, പാകിസ്ഥാനിലെ സ്ത്രീകളെയും കുട്ടികളെയും ഈ ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അവകാശവാദമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത്. എന്നാൽ അതും പൂർണ്ണമായും വ്യാജമാണ് എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം സൈന്യത്തിൻ്റെയും വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുള്ള ഔദ്യോഗിക പത്രക്കുറിപ്പിൽ, അതായത് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള ഔദ്യോഗിക കുറിപ്പിലടക്കം കൃത്യമായും പറയുന്നുണ്ട്, സിവിലിയൻസിനെ ഈ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഒരു തരത്തിലും ലക്ഷ്യം വെച്ചിട്ടില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി നടത്തിയ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരാക്രമണം നടത്തിയത്. എന്നാൽ ഇതിൻ്റെ വ്യാപ്തി നിങ്ങൾ പെഹൽഗാമിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിൻ്റെ അത്രയും പോലും വരുന്നില്ല. വളരെ വ്യാപ്തി കുറഞ്ഞ ഒരാക്രമണമാണ് നടത്തിയെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള നടപടികൾ ഇതിലും കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കും.